നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വല്ലച്ചിറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം രജു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അവണിശ്ശേരി യൂണിറ്റിന്റെ 6ാം വാർഷിക സമ്മേളനവും കുടുംബസംഗമവും നടന്നു. നാട്ടിക MLA CC മുകുന്ദൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ സൊസൈറ്റി ഓഫ് വിൻസെന്റ് പോൾ സംഘടനയുടെയും ഒല്ലൂർ വിൻസെന്റ് പോൾ ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടന്നു. അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പ്രകാരം 1 കോടി രൂപ ഉപയോഗിച്ച് നവീകരണ പ്രവൃത്തികൾ ആരംഭിക്കാൻ പോകുന്ന ചിറക്കൽ കോട്ടം മാട്ടുമ്മൽ കോളനിയുടെ ആലോചനാ യോഗം നാട്ടിക MLA CC മുകുന്ദന്റെ നേതൃത്വത്തിൽ ചേർന്നു. വാർത്തകൾ വിശദമായി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വല്ലച്ചിറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം രജു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ ഉദ്ഘാടനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ പരാതികൾ അവരെ സമർപ്പിക്കാനായിട്ട് ഈ കുണ്ടറയിലെ അതുപോലെ തന്നെ നമ്മൾ മന്ത്രിമാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തയ്യൽ തൊഴിലാളികൾ ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങളിലെ വിപണനത്തിന്റെ കടന്നുകയറ്റം, തൊഴിലില്ലായ്മ, ഇതൊക്കെ അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ ട്രസ്റ്റായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ആനുകൂല്യങ്ങളെ ബന്ധപ്പെട്ട് യൂണിറ്റ് പ്രസിഡന്റ് പ്രജിത അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അനിത, സ്മിത എന്നിവർ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് ബാലകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി ജോസഫ്, സുരേന്ദ്രൻ, P. രമണി, M. സുമതി എന്നിവർ സംസാരിച്ചു. സിന്ധു, ഉണ്ണികൃഷ്ണൻ, കൊച്ചുത്രേസ്യ, സീന, ലിജി ഷാബു, ആശ എന്നിവർ കൺവെൻഷന് നേതൃത്വം നൽകി. വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അവണിശ്ശേരി യൂണിറ്റിന്റെ 6ാം വാർഷിക സമ്മേളനവും കുടുംബസംഗമവും നടന്നു. നാട്ടിക MLA CC മുകുന്ദൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ 5-6 വർഷക്കാലമായി നമ്മുടെ സംഘടനയുടെ പ്രവർത്തന രംഗത്ത് മാതൃകപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം ചർച്ച ചെയ്യുകയും എവിടെയൊക്കെയാണ് നമുക്ക് കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് പോകേണ്ടതുണ്ട് എന്നാണ് ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ആദ്യം തന്നെ ഒരു വാചകം പറയേണ്ടായി. നമ്മുടെ വിവിധ മേഖലയുമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യപരമായ രീതിയിലുള്ള നമുക്ക് സംഭവിച്ചിട്ടുള്ള ശേഷിക്കുറവ്, ആ ശേഷിക്കുറവുണ്ടെങ്കിൽ പോലും നമ്മൾ മനുഷ്യനാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആരോഗ്യപരമായ മാറ്റങ്ങളും ജീവിത സാഹചര്യങ്ങളും ഉയർത്തിക്കൊണ്ടുപോകാൻ മറ്റുള്ളവരെ പോലെ ഞാനും നിങ്ങളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ജില്ലയിൽ 67,000 ഭിന്നശേഷിക്കാരുണ്ട്. ഇതിൽ 35,000 പേർക്കും UDID കാർഡ് ഇല്ലാത്തവരാണ്. ഈ കാർഡ് ഇല്ലാത്തവർക്ക് ആനുകൂല്യങ്ങൾക്ക് അർഹത നിഷേധിക്കുന്ന അവസ്ഥയുണ്ട്. കിടപ്പിലായ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കാനിരിക്കുന്ന സഹായികൾക്ക് പ്രതിമാസം 600 രൂപ അനുവദിക്കുന്നതിനുള്ള പദ്ധതിയും 1 വർഷത്തിലധികമായി മുടങ്ങിക്കിടക്കുകയാണ്. ഇതിനൊരു ശാശ്വത നടപടി ഉണ്ടാക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അവണിശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നമ്മൾ വീട്ടിൽ പോയി കാണുന്നതിനും വീട്ടിൽ പോയി കാണാൻ പറ്റാത്ത ആൾക്കാരെ കത്ത് മുഖാന്തരം എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ചില അസൗകര്യങ്ങൾ കാരണം കൊണ്ട് ചിലർക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. എന്നാലും 100 ചില്ലാനും പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് നമ്മുടെ സംഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് ശ്രീ രാധാകൃഷ്ണൻ സാർ അവിടെ എത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, നിരന്തരമായിട്ട് ഞങ്ങളുടെ ഒരു ആവശ്യമാണ് നമ്മുടെ പെൻഷൻ സംഖ്യ കൂട്ടണമെന്ന് പറയുകയാണ്. ഇപ്പോഴും നമ്മളത് 1600 രൂപയിൽ നിൽക്കുകയാണ്. ഇന്നിവിടെ തന്നെ പലരും
ഓട്ടോറിക്ഷയും മറ്റുള്ള വാഹനങ്ങളൊക്കെ വിളിച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ വളരെ തുച്ഛമായിട്ടുള്ളൊരു സംഖ്യയാണുള്ളത്. അപ്പോൾ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റും പഞ്ചായത്തിന്റെ പ്രതിനിധികളൊക്കെ ഉണ്ട്. അപ്പൊ കഴിയുന്നത്ര വേഗത്തില് ഞങ്ങളുടെ പെൻഷൻ സംഖ്യ കൂട്ടണമെന്നൊരു നിവേദനം. സെൻട്രൽ കമ്മിറ്റി രക്ഷാധികാരി പത്മശ്രീ ഡോക്ടർ ടി.എ. സുന്ദർമേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് എ.കെ. രാധാകൃഷ്ണൻ ചികിത്സാ സഹായ വിതരണം ചെയ്തു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ അരിക്കിറ്റുകളും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ ചാണാശ്ശേരി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VA ജോൺസൺ, ഇന്ദിര ജയകുമാർ എന്നിവർ വീൽചെയറും വാക്കിംഗ് സ്റ്റിക്കുകളും സമ്മേളനത്തിൽ വിതരണം ചെയ്തു. വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അവണിശ്ശേരി യൂണിറ്റ് സെക്രട്ടറി R. രമേശൻ, ജോയിന്റ് സെക്രട്ടറി VK ആന്റണി, ട്രഷറർ AG മാധവൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും കലാപരിപാടികളും നടന്നു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ സൊസൈറ്റി ഓഫ് വിൻസെന്റ് പോൾ സംഘടനയുടെയും ഒല്ലൂർ വിൻസെന്റ് പോൾ ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടന്നു. തീർത്ഥാടന കേന്ദ്രം റെക്ടർ വികാരി ഫാദർ പോൾ താണിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റർ സ്റ്റെഫി, യൂണിറ്റ് പ്രസിഡന്റ് ആൻസൺ പൂപ്പാടി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പ്രകാരം 1 കോടി രൂപ ഉപയോഗിച്ച് നവീകരണ പ്രവൃത്തികൾ ആരംഭിക്കാൻ പോകുന്ന ചിറക്കൽ കോട്ടം മാട്ടുമ്മൽ കോളനിയുടെ ആലോചനാ യോഗം നാട്ടിക MLA CC മുകുന്ദന്റെ നേതൃത്വത്തിൽ ചേർന്നു. അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ ഭാഗമായി വൈദ്യുതി എത്തിക്കൽ, കുടിവെള്ളം എത്തിക്കൽ, ശൌചാലയങ്ങളുടെ നിർമ്മാണം, കിണറുകളുടെ പുനരുദ്ധാരണം, റോഡുകളുടെ നിർമ്മാണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുമെന്ന് MLA പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ്, പഞ്ചായത്ത് അംഗം PK ഇബ്രാഹിം, അന്തിക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ ഡിജി, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നിശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന ജൻശിക്ഷൻ സംസ്ഥാൻ തൃശൂരിന്റെ നേതൃത്വത്തിൽ 2023-2024 വർഷത്തെ സൗജന്യ തൊഴിൽ പരിശീലന പദ്ധതിയായ അസിസ്റ്റന്റ് ഹാൻഡ് എംബ്രോയിഡർ കോഴ്സിന് തുടക്കമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. 19ാം വാർഡ് മെമ്പർ ധന്യ സുനിൽ അധ്യക്ഷത വഹിച്ചു. ജൻശിക്ഷൻ സംസ്ഥാൻ തൃശൂർ പ്രോഗ്രാം സ്റ്റാഫ് OV ദീപ വിഷയാവതരണം നടത്തി. റിസോഴ്സ് പേഴ്സൺ ഇന്ദു, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിലെ കുളവും പരിസരവും ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. സെക്രട്ടറി C. കണ്ണൻ, വൈസ് പ്രസിഡന്റ് TK ജയൻ പറവത്ത്, കിഷോർ ചാത്തക്കുടം, തിലകൻ VK, സനൽ മക്കോത്ത്, ഗിരി പുളിക്കൽ, പ്രതീഷ് TG ദാസ് എന്നിവർ നേതൃത്വം നൽകി. വലിയ രീതിയിലുള്ള എന്താ മാലിന്യം അത് മനസ്സിലാവില്ല എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ 2ാമത്തെ തവണ എടുത്ത് വാരി കളയണേ. ഇവിടെ നിൽക്കാൻ വരെ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇത് എന്താ സംഗതി എന്നുള്ളത് നമുക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ഹെൽത്തുകാരോടൊക്കെ വന്ന് അവർക്കൊന്ന് പരിശോധിച്ച് പോയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്ത് കളഞ്ഞപ്പോൾ 2ാമത് എളുപ്പത്തിൽ കാണണേ. വലിയ രീതിയിലുള്ള സ്മെല്ലും ഭയങ്കര പൊട്ട സ്മെല്ലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉപദേശ സമിതി എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മളിത് ഇപ്പോൾ 2ാമത്തെ തവണ ഇത് വാരി കളയണം. ഇതെന്താ സംഗതി എന്ന് ഇപ്പോൾ ആർക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇതെങ്ങനെ വന്ന് പെടണമെന്നുള്ളത്. ഇപ്പോൾ ഈ കാറ്റ് കാരണം അവിടുത്തെ മുഴുവൻ ആ ചെറിയ അറ്റത്തുള്ള മുഴുവൻ ഇങ്ങോട്ട് അടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നെടുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം പെരിങ്ങോട്ടുകര ഏരിയ പ്രസിഡന്റ് പീതാംബരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഡിസംബർ മാസത്തിലെ കൺവെൻഷനുകൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ സ്വാനുകൂല്യം ഒറ്റ തവണയായിട്ട് നമുക്ക് ലഭിക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ അംശാദായം 10 രൂപ, 20 രൂപ, അതുപോലെ തന്നെ 50 രൂപയൊക്കെയപ്പോൾ നമ്മുടെ സർക്കാർ ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നു. ആ കാര്യങ്ങളും നമുക്ക് പൂർണ്ണമായി ലഭിക്കുന്നില്ല. അത് ലഭിക്കും എന്നൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മുടെ AKT എന്ന് പറഞ്ഞ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സുജാത അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ബിന്ദു മുകുന്ദൻ വാർഷിക റിപ്പോർട്ടും, യൂണിറ്റ് ട്രഷറർ ജസ്മി സാജു വരവ് ചെലവ് കണക്കും, ഏരിയ സെക്രട്ടറി ആദിത്യൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. അംശാദായം വർദ്ധിപ്പിച്ചതിനനുസരിച്ച് ആനുകൂല്യങ്ങൾ തരാമെന്ന സർക്കാർ നിർദ്ദേശം ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. എത്രയും വേഗം പെൻഷൻ കുടിശ്ശികയും മറ്റ് ആനുകൂല്യ വർധനവും നൽകി തീർക്കണമെന്ന് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് സുരേഷ് ബാബു, ഭാരതി മുരളി, സജിത, അരുന്ധതി എന്നിവർ സംസാരിച്ചു.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ദിനം ആചരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് മേഴ്സി പോൾ അധ്യക്ഷത വഹിച്ചു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം ജോസ് കോട്ടപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. KSSPU ജില്ലാ കമ്മിറ്റി അംഗം MR കാളിക്കുട്ടി, സംസ്ഥാന കൌൺസിലർമാരായ ഔസേഫ് കോടന്നൂർ, രാമൻകുട്ടി മേനോൻ, ബ്ലോക്ക് കലാസാംസ്കാരിക വേദി കൺവീനർ PK ലാൽ, ബ്ലോക്ക് ട്രഷറർ PP ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റുകളിൽ നിന്നുള്ള ഭാരവാഹികളും മെമ്പർമാരും ചടങ്ങിൽ പങ്കെടുത്തു. വാട്ടർ അതോറിറ്റി പൊളിച്ചിട്ട റോഡിലെ അപകടക്കുഴികൾ നികത്തി NSS വിദ്യാർത്ഥികൾ. തൃപ്രയാർ NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥികളാണ് NES കോളേജ് റോഡിലെ അപകടക്കുഴികൾ നികത്തി സഞ്ചാരയോഗ്യമാക്കിയത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB ഷൺമുഖൻ, NSS കോർഡിനേറ്റർ MV ലതിമോൾ, NES ചെയർമാൻ ശിവൻ കണ്ണോളി, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ NC അനീജ, NB കൃഷ്ണപ്രിയ, NV സജിത എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ അതിരപ്പള്ളി ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിനു സമീപം വഴി തടഞ്ഞ് കാട്ടാന കട്ടപ്പ. എണ്ണപ്പന റോഡിലേക്ക് കുത്തിമറിച്ചിട്ട് വഴിയിൽ നിലയുറപ്പിച്ചതോടെ 1.5 മണിക്കൂറോളമാണ് വിനോദസഞ്ചാരികളും പ്രദേശവാസികളും റോഡിൽ കുടുങ്ങിയത്. രാവിലെ 6 മണിക്കായിരുന്നു സംഭവം. അതിരപ്പള്ളി ഏഴാറ്റുമുഖം റോഡിലെ ഗതാഗതം 1.5 മണിക്കൂറോളമാണ് കാട്ടാന കട്ടപ്പ തടസ്സപ്പെടുത്തിയത്. അവധി ദിവസം ആയതിനാൽ അതിരപ്പള്ളി മേഖലയിലേക്ക് നിരവധി വിനോദസഞ്ചാരികളാണ് എത്തിയത്. ആന റോഡിൽ നിലയുറപ്പിച്ചതോടെ വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും കടന്നുപോകാൻ കഴിയാതെ 1.5 മണിക്കൂറോളം ബുദ്ധിമുട്ടി. ഇതിനിടെ വിനോദസഞ്ചാരികളെ വിരട്ടിയോടിക്കുന്ന സാഹചര്യവും ഉണ്ടായി. മിൽമയുടെ പാൽ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി ഉൾപ്പെടെ വഴിയിൽ കുടുങ്ങി. കുറച്ചു ദിവസങ്ങളായി ഈ ആന പ്രദേശത്തുള്ളതായി നാട്ടുകാർ പറയുന്നു. ഒടുവിൽ ആന സ്വമേധയാ കാട് കയറിയതോടെയാണ് ഗതാഗതം പൂർവ്വസ്ഥിതിയിൽ ആയത്. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. പള്ളി ഹാളിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജെറിൻ കുരിലാനിക്കൽ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ആന്റോ തുറയൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോബി CL, ട്രഷറർ ലൂയിസ് താണിക്കൽ, ഭാരവാഹികളായ ഷാലി ഫ്രാൻസിസ്, ജേക്കബ് തച്ചിൽ, ബിജു ബാബു എന്നിവർ സംസാരിച്ചു. KA വോഗീസ്, ആന്റോ തട്ടിൽ മണ്ടി, ഗ്ലാഡിസ് ഫെന്നി, ജെസ്സി വോഗീസ്, ആനി ജോയ്, KV വിൻസെന്റ്, CC ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. കേരള വാട്ടർ അതോറിറ്റിയുടെ പല്ലിശ്ശേരി കുന്നിലുള്ള ജലശുദ്ധീകരണശാലയിൽ നിന്നുമുള്ള കുടിവെള്ള വിതരണ പൈപ്പ് ലൈനിൽ പല്ലിശ്ശേരി കുന്നുഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഡിസംബർ 19, 20, 21 തീയതികളിൽ ഊരകം, ഹെഡ്ബട്ട് കനാൽ, എട്ടുമന, പൂച്ചനിപ്പാടം, പൊട്ടിച്ചിറ, പെരുമ്പുള്ളിശ്ശേരി, അമ്മാടം വഴി KSEB റോഡ്, ചാത്തക്കുടം, കൊള്ളിപ്പറമ്പ്, കരുവന്നൂർ വലിയ പാലം, രാജാ കമ്പനി, ശ്രീകൃഷ്ണപുരം, വല്ലച്ചിറ, ചേർപ്പ്, പടിഞ്ഞാട്ടുമുറി, പനംകുളം സ്കൂൾ വഴി, എറവക്കാട് ഗേറ്റ് എന്നീ ഭാഗങ്ങളിൽ കുടിവെള്ളം തടസ്സപ്പെടുമെന്ന് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. പെരിഞ്ചേരി കണ്ണമ്പുഴ വള്ളുപ്പാറ തോമസ് മകൻ മാത്യു നിര്യാതനായി. 61 വയസ്സായിരുന്നു. സംസ്കാരം പെരിഞ്ചേരി തിരുഹൃദയ പള്ളി സെമിത്തേരിയിൽ നടന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5730 രൂപ, പവന് 45,840 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വല്ലച്ചിറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം രജു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അവണിശ്ശേരി യൂണിറ്റിന്റെ 6ാം വാർഷിക സമ്മേളനവും കുടുംബസംഗമവും നടന്നു. നാട്ടിക MLA CC മുകുന്ദൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിൽ സൊസൈറ്റി ഓഫ് വിൻസെന്റ് പോൾ സംഘടനയുടെയും
ഒല്ലൂർ വിൻസെന്റ് പോൾ ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടന്നു. അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പ്രകാരം 1 കോടി രൂപ ഉപയോഗിച്ച് നവീകരണ പ്രവൃത്തികൾ ആരംഭിക്കാൻ പോകുന്ന ചിറക്കൽ കോട്ടം മാട്ടുമ്മൽ കോളനിയുടെ ആലോചനാ യോഗം നാട്ടിക MLA CC മുകുന്ദന്റെ നേതൃത്വത്തിൽ ചേർന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.